എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറുടെ റിയാക്ഷൻ വീഡിയോ ഇങ്ങനായിരുന്നു. നമ്മുടെ ശ്രുതിയുടെ മകൻ, അതായത് റിച്ചു എന്ന് വിളിക്കുന്ന ശ്രുതിയുടെ മകൻ യൂട്യൂബ് ചാനലിലുള്ള അദ്ദേഹം പയ്യൻ മദ്യപിച്ച് സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് ഏതാണ്ട് ഓടിച്ചപ്പോൾ അതിന്റെ പേര് കേസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രീതി അനുസരിച്ച് അത് തെറ്റല്ല. അത് പലരും പറയും മദ്യപിക്കുന്നത് തെറ്റാണ്, പക്ഷെ അത് തെറ്റല്ലെന്നാണ് നമ്മുടെ സർക്കാർ നമ്മളോട് പറയുന്നത്. കാരണം സർക്കാർ ഔട്ട്ലെറ്റ് വഴി നമുക്ക് മദ്യവും ഒക്കെ വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മദ്യപിക്കുന്നത് തെറ്റല്ല, പക്ഷെ മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ മദ്യപിച്ച് പൊതുസ്ഥലങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ആവർത്തിക്കുകയോ മദ്യം അങ്ങനെ എന്തെങ്കിലും ക്രൈമുകളുമായി ബന്ധപ്പെടുമ്പോഴാണ് മദ്യത്തിന് ഈ കേസും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അല്ലാതെ മദ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടിരുന്ന് കുടിക്കുന്നവർക്കും ഒക്കെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല. ഈ ശ്രുതിയുടെ മൂത്ത മകൻ, ഇപ്പൊ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികളുടെ ജീവിതം അല്ലെങ്കിൽ കുട്ടികളുടെ സ്വഭാവം അവരുടെ വളർന്നു വരുന്ന ചുറ്റുപാടിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ നമുക്ക് ശ്രുതിയുടെ ജീവിത കാര്യങ്ങള്, അല്ലെ ശ്രുതി ജീവിച്ച അല്ലെങ്കിൽ ശ്രുതിയുടെ ഈ കലാരംഗത്തോട്ട് വരുന്നതിന് മുമ്പ് ശ്രുതിയുടെ ആ കലാരംഗത്തുള്ള കുറെ വർഷങ്ങൾക്കുള്ള ശ്രുതിയുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമുക്ക് പലർക്കും അറിയാം. അത് ഈ ശ്രുതിയുടെ മൂത്ത മകനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കേസ് ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ശ്രുതി ആദ്യം ഒരു വിവാഹം കഴിച്ചു. അതിലൊരു കുട്ടിയുണ്ട്. കുട്ടിയായിരുന്നു റെതപ്പൻ, അല്ല ഈ റിച്ചു എന്ന് പറയുന്ന കുട്ടി, ആദ്യത്തെ മൂത്ത കുട്ടി. ആ കുട്ടിയുടെ ശ്രുതിയുടെ ജീവിതത്തിൽ ശ്രുതി കലാകാരനാണ്. നമുക്കറിയാം, കലാകാരന്മാര് ജീവിതത്തിൽ ചിലപ്പോൾ വീട്ടിൽ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ, ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഷൂട്ടിംഗ് സൈറ്റിൽ നിന്ന് എപ്പോഴും വീട്ടിലോട്ട് വരാനോ വീട്ടിൽ വന്ന് എന്തെങ്കിലും കാര്യം ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റാറില്ല. അങ്ങനെ വരുമ്പോൾ ഇവരെ നോക്കുന്നത് അവരുടെ അമ്മയോ അല്ലെങ്കിൽ മറ്റ് രീതിയാണ് ഇവർ ജീവിച്ചു പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിക്ക് അപ്പനെ അല്ലെ അമ്മ അങ്ങനെ ഒരു രീതിയിലേക്ക് ഇവർ വരാൻ വളരെ പ്രയാസമാണ്. ശ്രുതിയുടെ ആദ്യ വിവാഹത്തിൽ അത് കഴിഞ്ഞ് അത് വിവാഹം വേർപെടുത്തി അതിലുള്ളതാണ് ഈ റിച്ചു എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച് അല്ലെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ. അതുകൊണ്ട് ആ സമയത്താണ് ഈ ശ്രുതിയുടെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്. ശ്രുതി ആ കുഞ്ഞിനെ സ്റ്റേജിന് പുറകിൽ അസീസ് എന്ന് പറയുന്ന ഒരു നടൻ പോലും പറയുന്നുണ്ട്, സ്റ്റേജിന് പുറകിൽ കാരണം സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് അസീസ് പിടിക്കും ആ കുട്ടിയെ പിടിച്ചിട്ടാണ് ഈ കൊല്ലം ശ്രുതി സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കയറുന്നത്. അത് കഴിഞ്ഞ് പെർഫോമൻസ് കഴിഞ്ഞ് തിരിച്ചു വന്ന് അസീസിനെ ഒന്ന് വാങ്ങിച്ച് അസീസും തിരിച്ച് സ്റ്റേജിലേക്ക് കയറും. ഇങ്ങനെ ആ കുട്ടിയെ എല്ലാവരും കൂടെ വളർത്തിയ ഒരു കുട്ടിയാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തില് ചിലപ്പം പറഞ്ഞു കൊടുക്കാനോ ചില കാര്യങ്ങൾ തെറ്റ് ശരി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആൾക്കാർ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി ഇപ്പം മദ്യമല്ല മറ്റു പല രൂപത്തിലേക്കും ചെല്ലും. അങ്ങനെ വരുമ്പോൾ അത് സമൂഹത്തിന് ദോഷം ചെയ്യും. ശ്രുതിയുടെ മൂത്ത മകന്റെ നമ്മുടെ യൂട്യൂബ് ചാനലിലും അല്ലാതെയൊക്കെ ഇന്റർവ്യൂകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു പാവം പയ്യനാണ്. ആ പയ്യൻ ഒരിക്കലും ഒരു തെറ്റുകാരനോ കുറ്റക്കാരനോ സമൂഹദ്രോഹിയോ ഒന്നും അല്ല. അബദ്ധത്തിൽ മദ്യത്തിന്റെ ഒരു പിടിയിലേക്ക് എത്തിപ്പോയി. അത് കഴിഞ്ഞ് വണ്ടി ഓടിച്ചെന്തോ കേസുമായി. അത് ശരിയാണ്. അത് അത്രയും ഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് ആൾക്കാരെ ദിവസവും മദ്യപിച്ച്, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരെ മദ്യപിച്ച് പിടിക്കുന്നുണ്ടായിരിക്കും. ചിലർക്ക് അറിവില്ലായ്മ കൊണ്ടല്ല, അബദ്ധത്തിലൊക്കെ പെട്ടുപോകുന്നു കൊണ്ട് പലരെയും പിടിക്കുന്നുണ്ട്. അത് തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മദ്യപിച്ച് പൊതുസ്ഥലങ്ങളിൽ ബഹളം ഉണ്ടാക്കുകയോ പൊതുവിലൊരു പ്രശ്നം ഉണ്ടാക്കുകയോ അതോടൊപ്പം തന്നെ മദ്യപിച്ച് വാഹനങ്ങൾ ഓടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് തെറ്റാണ്. അത് തെറ്റാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, പെരുമാറ്റപ്പെട്ടവർക്കൊക്കെ അറിയാം. എന്നാലും ചിലർ ഇത് ആവർത്തിക്കുന്നുണ്ട്. അപ്പം ആ കുട്ടി അബദ്ധത്തിൽ, അല്ലെങ്കിൽ ആ കുട്ടി ഒരു യൂട്യൂബർ തന്നെ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ ഏജ് വളരെ കുറവാണ്. 21 പുറകിൽ താഴെയുള്ള സമയത്താണ് അത് ഇങ്ങനെ ചെയ്തത്. ശരിയാണ്, അത് കേസ് കാണും. ചിന്തിക്കേണ്ട ഒരു കാര്യം,
നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഈ വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പർ അല്ലെങ്കിൽ പാട്ടുകാരൻ, അദ്ദേഹത്തെ ഒരു ലഹരി മരുന്നുമായി പിടിച്ചു, ലഹരി ഉൽപ്പന്നങ്ങളുമായിട്ട് പിടിച്ചെന്ന് പറഞ്ഞൊരു ഭയങ്കര വിവാദമായ കേസൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം സ്റ്റേജ് വന്ന് പറഞ്ഞ തനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലാത്ത സന്ദർഭങ്ങളിൽ താൻ അബദ്ധത്തിൽ ആ വീഡിയോയിലോ എവിടെ എത്തിപ്പെട്ടെന്ന്. അതുപോലെ ആയിരിക്കാം ഈ കുട്ടിയും. കാരണം ഈ കുട്ടിയുടെ ജീവിത ബയോഗ്രഫി എടുത്തു നോക്കുവാണെങ്കിൽ സുധിയുടെ ആദ്യ ഭാര്യ അല്ലെങ്കിൽ തന്റെ അമ്മ ഇത് തന്നെ ഉപേക്ഷിച്ചു പോകുന്നു, തന്നെ വേണ്ടെന്ന് പറഞ്ഞ അത് ഒരു ഇന്റർവ്യൂ നമ്മൾ സമൂഹത്തിൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. ഇന്റർവ്യൂവിൽ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അമ്മ തന്നെ കളഞ്ഞിട്ട് പോകുന്നു, അപ്പം കുറെ നാൾ വളർത്തുന്നു, അത് കഴിഞ്ഞ് സ്വന്തം അമ്മ ആത്മഹത്യ ചെയ്യുന്നു, അത് കഴിഞ്ഞ് അപ്പൻ വേറെ കല്യാണം കഴിക്കുന്നു, അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് മൂന്നാമത് കല്യാണം കഴിക്കുന്നു, അവിടെ വെച്ച് അച്ഛൻ ആക്സിഡന്റ് ഉണ്ടാകുന്നു. തുടർന്ന് അവന് വീടും കൂടുമില്ലാതെ അവനൊരു വീട് ഇവിടെ സുധിലേവ് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്നും അവൻ തന്റെ കുടുംബ വീടായ അപ്പന്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പന്റെ വീട്ടിൽ ചെന്ന് നിൽക്കുന്നു. അപ്പന്റെ ചേട്ടനാണ് അവിടെ താമസിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ചെന്ന് താമസിക്കുന്നു. അവിടെ ഒരാളുടെ ചെലവിൽ അത് നോക്കണം, ഒരു ചാനലിന്റെ ചെലവിൽ അവിടെ പഠിക്കുന്നു. അവരോടെല്ലാം കടപ്പെട്ടിരിക്കണം ഈ പയ്യൻ. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ മദ്യപിച്ചെന്നിരിക്കാം. മദ്യപിക്കുന്ന തെറ്റല്ലെന്നുണ്ട് അവന്റെ സങ്കടം. ഒരുപക്ഷെ ഒരുപക്ഷെ എൻജോയ്മെന്റ് കണ്ടെത്തുന്ന അതായിരിക്കാം. അത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം. മദ്യപിക്കുന്ന ഒരു തെറ്റിലേക്ക് പോകുന്നു എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തി മദ്യപിച്ച് അവൻ അറിവില്ലായ്മ കൂടി ചിലപ്പോൾ ബൈക്കിൽ പോയി പിടിച്ചു കാണും. അതിന് കേസ് വന്നെങ്കിലും അത് സ്വാഭാവികം, അത് കേസ് വരട്ടെ, അതല്ല സ്വാഭാവികം. കുട്ടി ഇപ്പം തെറ്റുകാരനായിരിക്കാം, കുറ്റക്കാരനായിരിക്കാം, ഒരുപക്ഷെ നിയമത്തിന് മുമ്പിൽ കുറ്റക്കാരനാണ്. ഇപ്പൊ നമ്മളൊരു മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസ് ആണ്, അത് തെറ്റാണ്, അത് കുറ്റമാണ്. അത് ഇപ്പൊ ആരാണേലും അത് പോലീസ് കേസ് ചാർജ് ചെയ്യേണ്ട ഒരു വകുപ്പുമാണ്, അത് ചാർജ് ചെയ്യുകയും ചെയ്യും. അതില് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അതിപ്പോ ആര് തന്നെയാണേലും മദ്യപിച്ച് വാഹനം ഓടിക്കുക, ഏത് വാഹനമാണെങ്കിലും മദ്യപിച്ച് ഓടിക്കുന്നുണ്ടെങ്കിൽ, കാരണം അത് നമ്മുടെ സമൂഹത്തിന്റെ വിപത്താണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊരു കേസ് ചാർജ് ചെയ്തെന്നും പറഞ്ഞ് ആ കേസ് ചാർജ് ചെയ്ത വ്യക്തി ഒരിക്കലും വലിയൊരു കൊടും കുറ്റവാളിയോ ഒന്നുമല്ല. അത് സമൂഹത്തില് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം. പിന്നെ ഈ ഇങ്ങനത്തെ കേസുകൾ ചാർജ് ചെയ്യുമ്പോൾ ആ ചാർജ് ചെയ്യുന്ന വ്യക്തിയും ഒരു സ്വയം വിശകലനം നടത്തേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഞാൻ ചെയ്യുന്ന ദോഷമാണ്, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നും ആൾക്കാർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കേസുകളും വളരെ കുറയും. ഇങ്ങനെയുള്ള മദ്യപിച്ചുള്ള അല്ലെങ്കിൽ മറ്റ് ക്രൈമുകളും ഒക്കെ കുറയാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്.